സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് മോട്ടോ ജി പി റേസിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു ഗിയർ ബോക്സ് ആണ് സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ്. വളരെയധികം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ്. ഏകദേശം 10 വർഷമായി മോട്ടോ ജി പിയിൽ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നു. എന്നിട്ട് പോലും ഒറ്റ പ്രൊഡക്ഷൻ മോട്ടോർ സൈക്കിളിൽ ഈ ഒരു ഗിയർ ബോക്സ് കൊണ്ടുവരാനായിട്ട് ഒരു മാനുഫാക്ചർ പോലും നോക്കിയിട്ടില്ല. സോ എന്താണ് ഇതിന് കാരണം? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടോർ സൈക്കിൾ ന്യൂസ്, ടെക്നിക്കൽ വീഡിയോസ്, മോട്ടോർ സൈക്കിൾ റിവ്യൂസ് കാണാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ്. സീംലെസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, തടസ്സമില്ലാതെ ഗിയർ ചേഞ്ച് ചെയ്യുക, ഒരു ഗിയറിൽ നിന്നും മറ്റൊരു ഗിയറിലേക്ക് സ്മൂത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് മോട്ടോ ജി പി റേസിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യുന്നത്. 2010 ഏറ്റവും ആദ്യമായിട്ട് ഹോണ്ട റേസിംഗ് ഈ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. സോ അന്ന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏതൊരു പുതിയ ടെക്നോളജിയും റേസിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് യൂസ് ചെയ്യരുത്, അത് ഇല്ലീഗലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റൂൾസ് പ്രകാരം അത് ഇല്ലീഗലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ മോട്ടോ ജി പി മെഷീൻസിലും ഈ ഒരു സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഗിയർ ബോക്സിന് അത്രയധികം ഇമ്പോർട്ടന്റ് റേസിംഗിന് ഉണ്ട് എന്ന് ഫെഡറേഷനൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് അപ്രൂവ് ചെയ്തത്. ഇനി റേസിംഗിൽ യൂസ് ചെയ്യുന്ന ഏതൊരു ടെക്നോളജിയും ഒറ്റ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കില്ല, അതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഞാൻ ഇതിനു മുൻപ് റേസിംഗിൽ യൂസ് ചെയ്യുന്ന കൗണ്ടർ റൊട്ടേറ്റിംഗ് ക്രാങ്ക് ഷാഫ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ പർപ്പസിന് വേണ്ടി മാത്രമല്ല അത് യൂസ് ചെയ്യുന്നുള്ള കാര്യം. സോ കൗണ്ടർ റൊട്ടേറ്റിംഗ് ക്രാങ്ക് ഷാഫ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൂടെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിന്റെ ഏറ്റവും ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ചേഞ്ചിങ്, ഒരു ഗിയറിൽ നിന്നും അടുത്ത ഗിയറിലേക്ക് സ്മൂത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ടയർ സ്പിൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ടയർ സ്പിൻ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയറിന്റെ ലൈഫ് കൂടും. അതും വലിയൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് റേസിംഗിലേക്ക്. ഇനി അടുത്തൊരു പർപ്പസ് എന്ന് പറയുന്നത് ലെസ് വീലി ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് ഏകദേശം 7% ആക്സിലറേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് ഡിഫറെന്റ് കണ്ടീഷനിലാണ്, ബ്രേക്കിംഗിൽ, അതുപോലെ തന്നെ ലീൻ ചെയ്യുമ്പോൾ, അങ്ങനെ ഡിഫറെന്റ് കണ്ടീഷനിൽ ആക്സിലറേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി റേസിംഗിൽ യൂസ് ചെയ്യുന്ന ഏതൊരു ടെക്നോളജിയും അതിന്റെ ഏറ്റവും ആവശ്യകത എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്റ്റെബിലിറ്റി ഏതൊരു ടെക്നോളജിയിലൊപ്പവും വേണ്ട ഒരു കാര്യമാണ് റേസിംഗിൽ. നോർമൽ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ഗിയർ ബോക്സ് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയൊരു പവർ കൂടിയ ഒരു മോട്ടോർ സൈക്കിൾ ആണെന്ന് വിചാരിക്കും, സൂപ്പർ ബൈക്ക് തന്നെയാണെന്ന് വിചാരിക്കുക. സൂപ്പർ ബൈക്ക് ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് മാറ്റുമ്പോൾ ഒരു ചെറിയ ജർക്ക് വരും, അല്ലാതെങ്കിൽ നമ്മുടെ സ്റ്റെബിലിറ്റിക്ക് ചെറിയൊരു മിസ്സിങ് വരും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഗിയർ ബോക്സ് ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഈ ഒരു സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ റേസിംഗിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആണ്. അതും ഈ ഒരു പറഞ്ഞ കണ്ടീഷൻസിനൊക്കെ ഈ ഒരു സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, ലീന്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യം റേസിംഗിലെ ഒരുവിധം എല്ലാ കണ്ടീഷനിലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിന്റെ വർക്ക് പറയുന്നതിന് മുൻപ് നോർമൽ ഗിയർ ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നോക്കാം. നോർമൽ ഗിയർ ബോക്സ് അറ്റ് എ ടൈമിൽ ഒരു ഗിയറിന് മാത്രമായിട്ടായിരിക്കും എൻഗേജ് ആയിരിക്കുക. സോ ആ ഒരു ഗിയർ എൻഗേജ് ആയി അടുത്ത ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗിയർ പഴയ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നിട്ട് വേണം അടുത്ത ഗിയർ എൻഗേജ് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഡോഗ്ലെച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഡോഗ്ലെച്ച് എന്ന് പറയുന്നത് സ്ലൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അത് ഷിഫ്റ്റിംഗ് ഫോർക്ക് ആണ് ഈ ഒരു മെക്കാനിസം സ്ലൈഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റിംഗ് ഡ്രം എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി, എങ്ങനെയാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്ന കാര്യം. സോ നോർമൽ ഗിയർ ബോക്സിൽ ഡോഗ്ലെച്ച് ഉണ്ട്. ഡോഗ്ലെച്ച് ആണ് സ്ലൈഡ് ചെയ്യുന്നത്. സ്ലൈഡ് ചെയ്ത് ഒരു ഗിയറിനെ എൻഗേജ് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ വന്നിട്ട് സെക്കൻഡ് ഗിയർ വേറൊരു ഗിയറിനായിട്ട് എൻഗേജ് ചെയ്യണം. സോ ഇങ്ങനെയാണ് ഇതിലൊരു ഷിഫ്റ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷെ സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിൽ അറ്റ് എ ടൈമിൽ 2 ഗിയറിനായിട്ട് എൻഗേജ് ആയിരിക്കും. ഈ ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ പോലും പവർ ഡെലിവറി എഞ്ചിനിൽ നിന്നും റിയർ വീലിലേക്ക് കൊടുക്കുന്നത് ഒറ്റ ഗിയർ വഴി മാത്രമാണ്. അതാണ് സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു പവർ ഡെലിവറി നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടി സ്പെഷ്യൽ മെക്കാനിസം ഉണ്ട്. ഒരു ഫ്ലാൻജ് ടൈപ്പ് റാച്ചറ്റ് മെക്കാനിസം ആണ്. 2 ഗിയറിനായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ പോലും അതിലുള്ള ഫ്ലാൻജ് ടൈപ്പ് കപ്ലിങ് സ്ലൈഡ് ചെയ്ത് റാച്ചറ്റ് പോലെ മെക്കാനിസം ലോക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് എഞ്ചിനിൽ നിന്നുള്ള പവർ ക്ലച്ച്, ഗിയർ ബോക്സ്, റിയർ വീലിലേക്ക് വരുന്നത്. സോ ഈ റാച്ചറ്റ് മാത്രമേ മൂവ് ചെയ്യുകയുള്ളൂ, ഗിയർ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. സോ പവർ ഡെലിവറി എന്ന് പറയുന്നത് ഈ റാച്ചറ്റ് ലോക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് സീംലെസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറയുന്ന ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ഗിയർ ബോക്സിൽ നിന്ന് ഡിഫറൻസ് വരാനായിട്ടുള്ള കാരണം തന്നെ അറ്റ് എ ടൈമിൽ 2 ഗിയറിനായിട്ട് കണക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരുന്നത്. സോ നമ്മുടെ നോർമൽ ഗിയർ ബോക്സിൽ വരുന്ന ഒരു ടൈം ലാഗ് ഉണ്ട്. ടൈം ലാഗ് എന്ന് പറയുന്നത് ഒരു ഗിയറിനായിട്ട് എൻഗേജ് ചെയ്തു, അത് പിന്നെ ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു, പിന്നെ അടുത്ത ഗിയറിനായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. സോ ആ ഒരു എൻഗേജ്മെന്റ് വരുമ്പോഴേക്കും അവിടെ ഒരു ടൈം ലാഗ് വരും.
അവിടെ ചെറിയൊരു ജർക്ക് വരും. സോ അങ്ങനെയാണ് നമ്മളൊരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹയർ ആക്സിലറേഷനിലൊക്കെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചാട്ടം, ചെറിയൊരു ജർക്കിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു നോർമൽ ഗിയർ ബോക്സിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് വർക്കിംഗ് കൊണ്ടാണ്. കാരണം അതൊരു നോർമൽ പൊസിഷനിൽ വന്നിട്ട് വേണം അടുത്ത ഗിയർ എൻഗേജ് ചെയ്യാനായിട്ട്. ഇനി സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിന് ഈ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് സ്മൂത്ത് ആൻഡ് ഒരു ഹയർ പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ട് സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിന് സാധിക്കുന്നത്. ഇനി സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ DCT എന്ന് പറയുന്ന ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ഗിയർ ബോക്സിനോട് ചെറുതായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു ഗിയർ ബോക്സിന് 2 ക്ലച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഓഡ് നമ്പേഴ്സിനായിട്ട് ഒരു ക്ലച്ചും ഈവൻ നമ്പേഴ്സിനായിട്ട് ഒരു ക്ലച്ചും. സോ അത് കൺട്രോൾ ചെയ്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഗിയർ ബോക്സ് ആണ് DCT എന്ന് പറയുന്നത്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഹോണ്ട അവരുടെ 3 മെഷീൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹോണ്ട ആഫ്രിക്ക ട്യൂൺ DCT, പിന്നെ VFR 1200 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ, പിന്നെ വരുന്നത് NC 750 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. ഈ ഒരു 3 മോട്ടോർ സൈക്കിളിലാണ് മെയിനായിട്ട് DCT എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നത്. സോ DCT എന്ന് പറയുന്നത് അത്രയും ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഹൈ റിവിങ് എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്നില്ല. അവിടെയാണ് ഈ സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഹൈ റിവിങ് ആയിട്ടുള്ള എഞ്ചിൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് മെയിനായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് MotoGP റേസിംഗ് മെഷീൻസിലെല്ലാം സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇതുവരെയായിട്ടും ഒറ്റ മോട്ടോർ സൈക്കിളിലും സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് യൂസ് ചെയ്യാത്തത് ഏറ്റവും ആദ്യത്തെ കാര്യം അതിന്റെ കോസ്റ്റ് തന്നെയാണ്. ഹെവി കോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നതും കറക്റ്റായിട്ട് കെയർ ചെയ്യുക എന്ന് പറയുന്നതും അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ MotoGP റേസിംഗിൽ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ മൊത്തമായിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് പിന്നെയും ഓവർഹോൾ ചെയ്യുന്ന ഒരു പരിപാടി റേസിംഗിനുണ്ട്. നമ്മൾ നോർമൽ മോട്ടോർ സൈക്കിളിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് കെയർ കൊടുക്കാനായിട്ട് ഈ ഒരു സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് നമുക്ക് സാധിക്കില്ല. സോ ഹെവി പ്രൈസിംഗ് ആയതുകൊണ്ടും സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് യൂസ് ചെയ്യാനായിട്ട് ഒറ്റ മാനുഫാക്ചേഴ്സ് ശ്രമിക്കാറില്ല. പക്ഷേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഡുക്കാറ്റി അവരുടെ വരാൻ പോകുന്ന പാനിഗാലി V4 സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ പാറ്റന്റും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അവർ പുതിയൊരു ടെക്നോളജി ആഡ് ചെയ്ത് സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് കൊണ്ടുവരുമെന്ന് പറയുന്നു. സോ പ്രൈസിൽ എത്ര ഡിഫറൻസ് വരും, മെയിൻ്റനൻസ് എങ്ങനെ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നല്ലൊരു ടെക്നോളജിയാണ്. വളരെയധികം സ്മൂത്ത് പവർ ഡെലിവറി ആവശ്യമായിട്ടുള്ള ടെക്നോളജിയാണ്. എത്രത്തോളം റൂട്ടിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സീമൻസ് ഷിഫ്റ്റ് ഗിയർ ബോക്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.